KC വേണുഗോപാൽ മുഖ്യമന്ത്രി? അങ്ങനെ പ്രതീക്ഷിക്കേണ്ടായി. ഞാൻ അല്ലെങ്കിലും കേരളത്തിൽ വരാറുണ്ട്, ഇതിലൊരു വേറെ അജണ്ട ഇല്ല. ഇപ്പോൾ കേരളത്തിൽ അടുത്ത ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഇപ്പോൾ തദ്ദേശീയ തിരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അടുത്ത ഇലക്ഷനിലേക്ക് കയറുകയാണ്. ഈ പ്രാവശ്യത്തെ ഒരു കോൺഗ്രസിൻ്റെ ഒരു പ്രതീക്ഷയെ കുറിച്ചിട്ട് പങ്കുവയ്ക്കുകയാണെങ്കിൽ, കോൺഗ്രസ് നല്ല ഭൂരിപക്ഷത്തോടെ മന്ത്രിസഭ ഉണ്ടാക്കും. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിക്കാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? അതോ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിക്കാറില്ല. നമുക്ക് പ്രതീക്ഷിക്കാമോ നമുക്ക് KC വേണുഗോപാൽ മുഖ്യമന്ത്രി? അങ്ങനെ പ്രതീക്ഷിക്കേണ്ടായി. കാരണം ഞാൻ നിൽക്കുന്നത് എൻ്റെ പാർട്ടിയെ ജയിപ്പിക്കുക, UDFിൻ്റെ നേതൃത്വമുള്ള ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയെ ഉണ്ടാക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ഞാൻ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി സ്വയം ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതല്ല എൻ്റെ ദൗത്യം. എൻ്റെ ദൗത്യം വളരെ ക്ലിയറാണ്. എൻ്റെ പാർട്ടിയെ, എൻ്റെ മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരിക, അവിടെ ഒരു മുഖ്യമന്ത്രിയെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ അല്ലെങ്കിലും കേരളത്തിൽ വരാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ഇലക്ഷൻ, ഇപ്പോൾ തിരഞ്ഞെടുപ്പല്ലേ, നാട്ടിലെ പഞ്ചായത്തിലെ മെമ്പർമാരും വാർഡ് മെമ്പർമാരും ബ്ലോക്ക് മെമ്പർമാരും ജില്ലാ പഞ്ചായത്തിലേക്കും അതുപോലെ മുനിസിപ്പൽ കോർപ്പറേഷനിലൊക്കെ മത്സരിക്കുമ്പോൾ അവരുടെ ഇലക്ഷനിൽ നമ്മളതിൻ്റെ ഒരു ഭാഗവാക്കാവുക എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തുള്ളൊരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള എൻ്റെ ചുമതലയല്ലേ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ കുറച്ച് കൂടുതൽ സമയം ചിലവഴിക്കേണ്ടി വരും. അത് ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതിലൊരു വേറെ അജണ്ട ഇല്ല. ഇപ്പം കേരള രാഷ്ട്രീയത്തിലാണെങ്കിൽ വേണുഗോപാലിനെ കുറിച്ചിട്ട് ആളുകൾ പലതരത്തിലുള്ള സംസാരങ്ങളാണ്. ഏറ്റവും ലാസ്റ്റ് കേട്ടത് ട്രോജൻ കുതിര എന്നുള്ളതാണ്. ഇത്തരം വിമർശനങ്ങളെ എങ്ങനെയാണ് നേരിടുന്നത്? ഇത്തരം പറയുന്നതൊക്കെ തന്നെ ആരോപണത്തിന് വേണ്ടി പറയുന്നതാണെന്ന് ആർക്കും അറിയാത്തത്. അത് പുച്ഛിച്ച് തള്ളുക, ചിരിച്ചു തള്ളുക, പുച്ഛിക്കുന്നതിനേക്കാൾ ചിരിച്ചു തള്ളുക, അതിന് അത്രേ വില കൊടുക്കേണ്ട കാര്യമുള്ളൂ. അതൊക്കെ ഈ തൂവൽ അവർക്ക് വരുന്നതുകൊണ്ട് അത് പേടിച്ചിട്ട് മുൻകൂർ ജാമ്യം നേടാനുള്ള ശ്രമമാണ് ഇങ്ങോട്ട് തട്ടുന്നത്. അപ്പം കോൺഗ്രസിന് ഒരു സ്മേവിലാസം പോലും ഉണ്ടാവില്ല പറഞ്ഞിടത്തില്ലേ ലോക്സഭയിൽ 101 അംഗങ്ങളുമായിട്ട് കോൺഗ്രസ് വന്നത്. തെലങ്കാനയിലും കർണാടകത്തിലും ജയിച്ചല്ലോ. അപ്പോൾ ജയത്തിൻ്റെ ഉത്തരവാദിത്വം ക്രെഡിറ്റൊന്നും ആരും എനിക്ക് തരാം, എനിക്ക് വേണ്ടെന്നാണ്. അത് എൻ്റെ ക്രെഡിറ്റായിട്ട് ഞാൻ അവകാശപ്പെടുന്നുമില്ല. പക്ഷെ തോൽവി ഉണ്ടാകുമ്പോൾ തിരഞ്ഞു പിടിച്ചിട്ട് ആക്രമിക്കുക, വിമർശിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതൊരു ഡിസൈനാണ്. അത് പെർമനൻ്റായി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ്. അത് ഇയാളെ ആക്രമിക്കണം, ഏത് വിധനെയും ആക്രമിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഡിസൈൻ. അത് അവർക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാവുന്നെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പദ്ധതിയുടെ ഭാഗമായിട്ട് അവർക്ക് എന്തെങ്കിലും കിട്ടുന്നവർ കിട്ടിക്കോട്ടെ. ഞാനിതിപ്പോൾ പറയാൻ പറ്റും. എനിക്കിതിനൊന്നും എന്നെ ബാധിക്കില്ല എന്ന് പറയുന്ന കാര്യം. ഒരു സ്ഥാനത്തോടും താങ്കൾ നേരത്തെ ചോദിച്ചല്ലോ മുഖ്യമന്ത്രി ആകണമെന്നുള്ളത്. ഈ ഒരു സ്ഥാനത്തോടും അമിതമായ സ്നേഹമോ ആർത്തിയോ ഒന്നുമുള്ള ആളല്ല ഞാനൊരു സാധാരണ പ്രവർത്തകനായിട്ട് ഇത്രയും വരെ എത്തി. എൻ്റെ പാർട്ടി എന്നെ അംഗീകരിച്ചു. ഐ ആം ഹാപ്പി വിത്ത്